ഹലോ എവരിവൺ, നമ്മളെല്ലാവരും കാത്തിരുന്ന CUET UG 2025 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ഒരുപാട് മാറ്റങ്ങളോടുകൂടിയാണ് ഈ വർഷത്തെ CUET UG നടക്കുക. അപ്പോൾ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് നോട്ടിഫിക്കേഷനിലേക്ക് കടക്കാം. കഴിഞ്ഞ വർഷം നമുക്ക് 6 സബ്ജക്റ്റ് CUETയിൽ എഴുതാൻ പറ്റുമായിരുന്നു. എന്നാൽ ഇപ്രാവശ്യം എഴുതാൻ പറ്റുന്ന മാക്സിമം സബ്ജക്റ്റുകളുടെ എണ്ണം 5 ആണ്. ഈ വർഷത്തെ എല്ലാ എക്സാമും കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് അഥവാ CBT മോഡിലാണ് നടത്തപ്പെടുക. കഴിഞ്ഞ വർഷങ്ങളിൽ ചില എക്സാമുകൾ പെൻ ആൻഡ് പേപ്പർ മോഡിലും ചില എക്സാമുകൾ CBT മോഡിലും നടത്തപ്പെട്ടിരുന്നു. അതിന് ഹൈബ്രിഡ് മോഡെന്ന് വിളിക്കും. എന്നാൽ ഇത്തവണത്തെ എക്സാം കംപ്ലീറ്റ് ആയിട്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിട്ടായിരിക്കും നടത്തപ്പെടുക. ഈ വർഷത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ +2 പഠിക്കാത്ത സബ്ജക്റ്റുകളും നമുക്ക് ഈ CUETയിൽ എഴുതാൻ പറ്റും എന്നുള്ളതാണ്. എന്നാൽ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി നിങ്ങൾ +2 പഠിച്ച സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറയുന്നുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. കഴിഞ്ഞ വർഷങ്ങളിൽ എക്സാം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 60 മിനിറ്റ് ജനറൽ ടെസ്റ്റിനും 45 മിനിറ്റ്സ് ഡൊമൈൻ സബ്ജക്റ്റുകൾക്കുമായിരുന്നു. എന്നാൽ ഈ വർഷം എല്ലാ സബ്ജക്റ്റുകൾക്കും 60 മിനിറ്റ് ആണ് എക്സാം ഡ്യൂറേഷൻ. കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ വർഷം എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്തിരിക്കണം. കഴിഞ്ഞ വർഷങ്ങളിൽ നമുക്ക് ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. എന്നാൽ ഈ വർഷം അത് ഉണ്ടായിരിക്കത്തില്ല. 50 ചോദ്യങ്ങൾ ചോദിച്ചാൽ 50 ക്വസ്റ്റ്യൻസും നമ്മൾ അറ്റൻഡ് ചെയ്തിരിക്കണം. ഈ വർഷത്തെ CUETയുടെ ഏറ്റവും വലിയ മാറ്റം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം നമുക്ക് 63 സബ്ജക്റ്റുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഈ വർഷം 37 സബ്ജക്റ്റുകൾ മാത്രമേ ഉള്ളൂ. അതായത് കുറേ ഡൊമൈൻ സബ്ജക്റ്റുകളും ലാംഗ്വേജ് സബ്ജക്റ്റുകളും ഇതിൽ നിന്ന് എടുത്തു മാറ്റിയിട്ടുണ്ട്. ഇതൊക്കെയാണ് CUETയുടെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ. ഇനി നമുക്ക് നോട്ടിഫിക്കേഷനിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് CUET നോട്ടിഫിക്കേഷൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. മാർച്ച് 1 മുതൽ മാർച്ച് 22 വരെയാണ് നമുക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ പറ്റുക. ഫീ പേയ്മെൻറ്റിനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് മാർച്ച് 23 നിങ്ങൾക്ക് അപ്ലൈ ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും തിരുത്തലുകൾക്ക് മാർച്ച് 24 മുതൽ 26 വരെ കറക്ഷൻ വിൻഡോ ഓപ്പൺ ആകും. ആ സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള തിരുത്തലുകൾ ആവശ്യമായിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ യൂണിവേഴ്സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ പേഴ്സണൽ ഡീറ്റെയിൽസുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള എന്ത് തിരുത്തലുകൾക്കും ആ ഒരു സമയത്ത് നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ സിറ്റി ഓഫ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് പിന്നീട് അറിയിക്കും. അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം പിന്നീട് സൈറ്റിൽ വരുന്നതായിരിക്കും. മെയ് 8 മുതൽ ജൂൺ 1 വരെയാണ് എക്സാം നടക്കുക. അതിൽ ചിലപ്പോൾ ചെറിയ മാറ്റങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതിനെ ബ്രാക്കറ്റിൽ ടെൻറ്റേറ്റീവ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതാണ് NTA വെബ്സൈറ്റ്. ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട വിശദ വിവരങ്ങൾ ഈ ചാനൽ വഴി വരും ദിവസങ്ങളിൽ അറിയിക്കുന്നതായിരിക്കും. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ തുടർന്നുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. CUETയുടെ ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട എന്ത് സംശയങ്ങൾക്കും നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വളരെ ചുരുങ്ങിയ ബാച്ചസിൽ ഒരു ഓഫ്ലൈൻ ക്രാഷ് പ്രോഗ്രാം ഈ വരുന്ന ഏപ്രിൽ 1 മുതൽ സാൻബൽ എഡ്യൂടെക്കിൽ ആരംഭിക്കുന്നതാണ്. ഓഫ്ലൈൻ ക്ലാസ്സുകൾക്ക് താല്പര്യമുള്ള കുട്ടികൾക്ക് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് അഡ്മിഷൻ എടുക്കാവുന്നതാണ്.